സ്വാമി നമസ്കാരം. പൊട്ടിപ്പോവാ ആദ്യം സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ പൂജ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഒരു മെസ്സേജ് ദേഷ്യത്തിലുള്ളൊരു ഇത് ഒരാളെന്നോട് അമേരിക്കയിലും അത്രയും നിങ്ങളെ ഭാര്യ ആപത്തിലേക്ക് പോവുക ചെയ്യുന്നു, കൈവിട്ട് പോവാതെ ധനം കൊണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം അവർ എന്നെല്ലാം പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മറുപടി. ആൾക്കുള്ള മറുപടി ആയിട്ട് കൂടിയിട്ടാണ് ഇത് കേട്ടുന്നത്. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടിയുടെ ഇടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു ഇയാളോട്. അപ്പൊ അതിന് ഞാൻ ചോദിച്ചു, നിങ്ങൾ യൂട്യൂബിൽ എന്റെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല, കാര്യങ്ങൾ പറയണ്ടത്. ഞാൻ യൂട്യൂബൊന്നും കാണാൻ എനിക്ക് ആൾക്ക് യൂട്യൂബ് കാണാൻ നേരില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്, ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണ്. സ്വാമിയുടെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല. തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞു. ചോദ്യം മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണം, എല്ലാവർക്കും എന്നെ വിളിച്ചാൽ കിട്ടണം, ഞാൻ എല്ലാവരുടെ കോൾ എടുക്കണം. എനിക്കൊരു ദിവസം വരുന്ന കോളുകളും വാട്സാപ്പ് മെസ്സേജുകളും എണ്ണം പറഞ്ഞാൽ തീരില്ല. എന്നെ കൊണ്ടൊന്നും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇത്രയും കോളൊക്കെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും മറുപടി ഈ ദേഹം യൂട്യൂബ് ഒന്നും കാണില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ അരയ്ക്കുമ്പോഴോ മറ്റുള്ള പൂ കെട്ടുമ്പോഴൊക്കെയാണ് ഓരോരുത്തർക്കുള്ള മറുപടികൾ ഞാൻ പറയണേന്ന്. അത്രയും തിരക്കാണ്. ഒറ്റയ്ക്കാണ് ഞാൻ ഈ ലാലൂർ ദേവസ്ഥാനത്ത് എല്ലാ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതായിക്കോട്ടെ, മുട്ടിറക്കാനുള്ള നാളികേരം പൊതിക്കുന്നതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എവരിത്തിങ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആ തിരക്കിനിടയിൽ ഞാൻ ഇവരുടെ എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞാൻ 2 ദിവസം മുൻപ് ഒരു തിരുവനന്തപുരത്തുള്ള ഒരു സന്തോഷ് പ്രഭാകർ തന്നു. അതിന്റെ വിഷ്വലൈസുമായിട്ട് പോലും ഞാൻ അത് കിട്ടിയപ്പോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു. 44 പേരാണത് കണ്ടത്. ആ പാട്ട് കേട്ടിട്ട് അതിന്റെ കൂടെ വരികള് ഒന്ന് മനസ്സോട് ഉച്ചരിച്ചാൽ പോലും പുണ്യം കിട്ടും. അത്രയ്ക്കും വലിയൊരു വഴികളായിട്ട് പോലും 144 പേരാണ് കണ്ടിട്ടുള്ളത്. ആ 144 പേര് കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, യൂട്യൂബിലിട്ടതായിട്ട് എനിക്കറിയില്ല. ഇട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ എന്താ പറയാ,